ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്തിരിക്ക മസാല തയ്യാറാക്കാം. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കത്തിരിക്ക മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കത്തിരിക്ക മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം അളവിന് കത്തിരിക്കയാണ്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. കത്തിരിക്ക കട്ട് ചെയ്തെടുത്ത ശേഷം ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കത്തിരിക്ക നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്ത ശേഷം പിന്നീട് ഓരോ പീസും ഓരോ ഇഞ്ച് വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചൂടായ പാനിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ അളവിന് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിനകത്തേക്ക് ഒരു ചെറിയ സവോള തിന്നായിട്ട് കുറച്ച് നീളത്തിലരിഞ്ഞതും ഓരോ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് ഞാൻ കല്ലിൽ ചതച്ചാണ് എടുത്തിരിക്കുന്നത്, ചതച്ചതും അതുപോലെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത സവോളയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് റോ ടേസ്റ്റ് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. അല്പം വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് കുക്ക് ചെയ്താൽ വേഗം തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. അല്പം വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ശേഷം നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ഒരു കത്തിരിക്കയാണ്. ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ നമ്മൾ ചേർത്ത് കൊടുത്ത കത്തിരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. ചേർത്ത് കൊടുത്ത കത്തിരിക്കയൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് 2-3 തവണ ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ഇത് കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കിത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഞാനിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കത്തിരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിന് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി അവസാനം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കത്തിരിക്ക മസാല തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.